ഹായ് ഫ്രണ്ട്സ്, മസാല ഫ്ലെയിംസിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കറിക്ക് വേണ്ടുന്ന പച്ചമുളക് വെച്ചാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ പച്ചമുളക് എല്ലാം നല്ലോണം പഴുത്തിട്ടുണ്ട്. പച്ചമുളക് പഴുത്ത മുളകായിട്ട് വെച്ചിട്ടിരിക്കും. കുറച്ച് പച്ചമുളകൊക്കെ ഇടയ്ക്കുണ്ട്, നമുക്കതെടുക്കാം. പിന്നെ നമ്മളിന്ന് ഉണ്ടാക്കുന്ന കറി എന്ന് പറഞ്ഞാൽ കൂടുതലും കൊല്ലക്കാരുണ്ടാക്കുന്ന ഒരു കറിയാണ്. നല്ല കറിയാണ്, അധികം ജോലിയൊന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും, നല്ല ടേസ്റ്റുള്ള കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ശരി, നമുക്ക് വീണ്ടും അടുക്കളയിലേക്ക് പോകാം. കുറച്ചുകൂടി പച്ചമുളക് കൊണ്ട് അത് പിച്ച് തീർന്നിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോകാം. കാരണം എല്ലാം പഴുത്ത് നിൽക്കുക. അപ്പം അതൊന്ന് പിച്ചെടുക്കാം നമുക്ക്. നല്ല ശരിക്കുണ്ട്. സൂപ്പ് കറി ഉണ്ടാക്കുന്നതിന് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങളാണ് ചുമന്നുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും. അതിൽ ചുമന്നുള്ളി നമുക്കൊരു 15 എണ്ണം വേണം, പച്ചമുളക് നമുക്കൊരു 6 എണ്ണം വേണം, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം വേണം, 5-6 തണ്ട് കറിവേപ്പില വേണം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം ആദ്യം നമ്മൾ. ഇനി നമുക്ക് മല്ലിപ്പൊടി ഒരു 3.5 ടേബിൾ സ്പൂൺ വേണം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ വേണം, അതുപോലെ കുരുമുളക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ വേണം. എന്നിട്ട് ഇത് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സിയിലിട്ട് അരയ്ക്കുക. കുരുമുളക് നല്ലതുപോലെ ഒന്ന് കല്ലിൽ വെച്ച് ചതച്ചെടുക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് വാളംപുളി, പിഴിഞ്ഞെടുക്കാൻ പറ്റുന്ന വാളംപുളിയാണ് ഇതിന് ചേർക്കുന്നത്. അപ്പോൾ ഒരു നെല്ലിക്ക വലിപ്പത്തിലെടുക്കണം. അതുപോലെ തേങ്ങാപ്പാൽ 1 കപ്പ്, നല്ല തേങ്ങാപ്പാൽ തന്നെ എടുക്കണം. കുറുകിയ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുക്കുക, 1 കപ്പ്. പിന്നെ നമുക്ക് ഇതിനകത്ത് മീനാണ്. മീൻ ഞാനിവിടെ ഒരു 1/2 കിലോ കണമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1/2 കിലോ മീനാണ് നമുക്കിവിടെ ഇതിന് വേണ്ടുന്നത്. ഇനി നമുക്ക് ഒരു ചട്ടി എടുത്ത് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും അങ്ങ് ഇട്ട് കൊടുക്കാം. അതായത് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്കാം, അതിനകത്ത് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില അത് ഇത്രയും ഇട്ട് കൊടുക്കാം. കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം, പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത്രയും വെള്ളം പോരാ നമുക്ക്. അപ്പം ഞാൻ ഈ അരച്ച മിക്സി ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ആ വെള്ളവും ചേർത്ത് പിന്നെ കുറച്ച് വെള്ളവും കൂടി അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. കാരണം ഇത് നല്ല ചാറുള്ള കറിയാണ്, അപ്പം നമുക്ക് കുറച്ച് വെള്ളം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മിക്സി കഴുകിയതും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുത്ത് എന്നിട്ട് ഇത് നമുക്കൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം. തിളച്ചതിന് ശേഷം മാത്രം, കറി ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിത് ഇത്രയും ചേർത്തിട്ടൊന്ന് ഉപ്പും പുളിയൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് തിളപ്പിച്ചെടുക്കാം. കറി നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് മീനിട്ട് കൊടുത്താൽ മതി. അപ്പം നല്ലോണം തിളച്ച് കഴിയുമ്പോൾ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നല്ലതുപോലെ കറി ഒന്ന് വേകാൻ വെക്കുക. നല്ലോണം കറി വേകണം. അപ്പം വെന്തതിന് ശേഷം മാത്രമേ നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കത്തുള്ളൂ. അപ്പോൾ കറി നല്ലോണം വേവിച്ചതിന് ശേഷം മാത്രം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്താൽ മതി. കറി നല്ലതുപോലെ വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പകുതി കറിവേപ്പില അല്ലെങ്കിൽ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം അതൊരു നല്ല മണത്തിനാണ്, അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് വീണ്ടും ചെറുതായിട്ടൊന്ന്, ഒത്തിരി വലുതായിട്ട് തിളച്ച് വേകണ്ട, ചെറുതായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ വെക്കാം. അതിനുശേഷം നമുക്ക് ഈ കറി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ എൻ്റെ വിളവെടുപ്പാണ്. ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട് ഇന്ന്. എല്ലാം പഴുത്തു പോയതാണ്. അടിപൊളി പച്ചമുളകല്ല, ഇത് പഴുത്ത മുളകാണ്. ഉണക്കമുളകാക്കാം. ഉണക്കാൻ വേണ്ടിയ കുറേ ഉണക്കിയതുണ്ട്, കുറേ പിച്ചിപ്പം ഇതിന് മുമ്പ് കിട്ടിയത് ഉണക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇതും നമുക്ക് ഉണക്കി സൂക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ കറിയുടെ കൂടെ നിങ്ങൾക്ക് ഈ വീഡിയോയും കൂടി കാണാം. എൻ്റെ പച്ചമുളകല്ല, പഴുത്ത മുളകിൻ്റെ വീഡിയോ.